ഇത്രയും ദിവസത്തെ റമദാനിലെ നോമ്പുകൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ശരീരത്തോട്, സ്വന്തത്തോട് ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ 2026 ഞാൻ അനുഷ്ഠിച്ച നോമ്പ് എന്തു മാറ്റമാണ് വരുത്തിയത്? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഈ വർഷത്തെ ഇത്രയും ദിവസത്തെ നോമ്പുകളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തു പറയാനുണ്ട്? ഭൗതികപരമായ മാറ്റങ്ങളല്ല, അതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാവും. എത്ര തൂക്കം കുറഞ്ഞു, കഴിഞ്ഞ റമദാനിന് ഇത്രയേ കുറഞ്ഞുള്ളൂ, ഈ റമദാനിൽ ഇത്രയേ കുറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഇത്രയധികം കുറഞ്ഞു. ഭൗതികപരമായ പല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാകാൻ, ദീനീപരമായി എന്തു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ ദിനരാത്രങ്ങൾ കഴിയുന്നതിന് മുമ്പൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുമ്പോൾ നാം സൂചിപ്പിച്ചതാണ്. എന്നിരുന്നാലും 3 തവണ ആമീൻ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്വഹാബാക്കൾ പിന്നീട് ഖുതുബ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, സാധാരണ അങ്ങ് ആമീൻ എന്ന് മിമ്പറിൽ കയറുമ്പോൾ പറയാറില്ലല്ലോ, ഇന്ന് അങ്ങനെ കണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് മിമ്പറിൽ കയറുമ്പോൾ ഇതുപോലെ ആമീൻ എന്ന് പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ 3 കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, എൻ്റെ അടുക്കൽ ആസാനി ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയാണ്, ഒരു മനുഷ്യന് അബ്ദിൻ ദഖല അലൈഹി റമളാൻ അവന് കിട്ടി, നമ്മെപ്പോലെ റമളാൻ അവന് കിട്ടി. എന്നിട്ടോ ഫലയുഗ്ഫർ ലഹു, അവൻ്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല. റമളാന് കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങൾ ഇനിയും ബാക്കിയാണ് എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ, അവന്റെ മുഖം മണ്ണിൽ പുരളട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഖുൽ ആമീൻ, പ്രവാചകരെ ആമീൻ പറയൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിച്ചു നോക്കുക. ഇത്രയും ദിവസത്തെ പകുതി മുക്കാലിലധികം ദിവസങ്ങൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ച് ഞാൻ എൻ്റെ ഈ ദുനിയാവിൽ എല്ലാ സൗകര്യത്തോടു കൂടി ഞാൻ നിലനിൽക്കുമ്പോൾ, ഒരു ഭീഷണിയും ഭയവും ഭീതിയും പേടിയുമില്ലാതെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് ശീതീകരിച്ച അവൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപങ്ങൾ ഇനിയും ബാക്കിയുണ്ടോന്ന്, റബ്ബിന് മുന്നിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ എടുത്തു പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോന്ന് നമ്മൾ ചോദിക്കേണ്ട വിഷയമാണ്. ഇക്കഴിഞ്ഞ റമദാനിൽ അത്രയും ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും ഒരു പാപം റബ്ബെ പറ്റിപ്പോയി, അന്ന് ഞാൻ വിദേശത്തായിരുന്ന കാലത്ത്, അന്ന് നാട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് പോയപ്പോൾ, ഞാൻ ഒറ്റക്കായപ്പോൾ, മറ്റൊരു യാത്ര പോയപ്പോൾ, എൻ്റെ ജീവിതത്തിലെ സാഹചര്യം അങ്ങനെയായപ്പോൾ റബ്ബെ സംഭവിച്ചു പോയതാണ് എന്ന് റബ്ബിനോട് പറയാൻ, പ്രിയപ്പെട്ടവരെ, പറ്റിയിട്ടുണ്ടോന്നാണ്. ഇല്ല എങ്കിൽ വരും ദിവസങ്ങളിലെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ചുള്ള കഥയാണ്. സ്വഹീഹ് മുസ്ലിമിലെ 2766 ഹദീസായി ആ കഥ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മനുഷ്യൻ റജുലുൻ ഖതല 99 നഫ്സൻ, 99 ആളുകളെ കൊന്ന മനുഷ്യനാണ്. 99 മനുഷ്യരെ കൊന്ന മനുഷ്യനാണ്, കൊല്ലാക്കൊല ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു പുരോഹിതന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, എനിക്ക് തൗബയുണ്ടോ, എൻ്റെ പാപങ്ങൾ റബ്ബ് പുറത്തു തരുമോ? 99 ജീവനുകളെ ഞാൻ അപഹരിച്ചിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾ പുറത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പുരോഹിതൻ പറയുന്നത് ലാ എന്നാണ്. ഇല്ല, നിനക്ക് പാപമോചനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പുരോഹിതനെയും ആ മനുഷ്യൻ വധിച്ചു എന്നാണ്. അങ്ങനെ ആ മനുഷ്യൻ 100 തികച്ചു എന്നാണ്. 100 മനുഷ്യരെ കൊന്നൊരാൾ, അയാൾ വീണ്ടും അയാളുടെ ഹൃദയത്തിൽ വിഷമമുണ്ടായി, ആ ഒരു മടക്കമുണ്ടായി, ഒരു തേട്ടമുണ്ടാകുമ്പോൾ ഒരു ആലിമിനെ ചെന്ന് കാണുന്നുണ്ട്, ഒരു പണ്ഡിതന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, ഫഹല്ലി തൗബ, എനിക്ക് തൗബയുണ്ടോ? പണ്ഡിതൻ മറുപടി കൊടുത്തത്, നിനക്കും നിന്റെ തൗബക്കുമിടയിൽ ആര് മറയിടാനാണ്? ആർക്കാണ് നിന്റെ തൗബയെ തടുക്കാൻ കഴിയുക? പക്ഷെ നീ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നീ എന്ത് ചെയ്യണമെന്നോ? ഇൻതലിഖ് ഇലൽ അർളി കദാ വകദ, ഒരു നാടിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആ നാട്ടിലേക്ക് നീ പോകണം, ഈ നാട്ടിൽ നീ നിൽക്കരുത്,
ആ നാട്ടിലേക്ക് പോകണം. അവിടെ ചില ആളുകളുണ്ട്, ഉനാസൻ യഅ്ബുദൂന അല്ലാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. നീ അവിടെ ചെന്നിട്ട് ഫഅ്ബുദില്ലാഹ മഅഹും, നീ അവരുടെ കൂടെ നിന്ന് നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വലാ തർജിഅ ഇലാ അർദിക ഫഇന്നഹാ അർദു സൗഇൻ, നിന്റെ നാട്ടിലേക്ക് നീ മടങ്ങരുത്, നിന്റെ നാട്ടിൽ തിന്മയുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ യാത്ര തുടരാൻ. ഈ പണ്ഡിതന്റെ വാക്ക് കേട്ട് മനസ്സ് മുഴുവൻ പാപമോചനത്തിന്റെ തൗബയുടെ നിറഞ്ഞ മനസ്സുമായി 100 മനുഷ്യരെ കൊന്ന ഖേദവുമായി ആ മനുഷ്യൻ നടന്നകലുമ്പോൾ ആ മനുഷ്യനെ മരണം പിടികൂടുന്നുണ്ട്. ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഹദീസിൽ കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വരുന്നു, റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നുണ്ട്, അദാബിന്റെ ശിക്ഷയുടെ മലക്കുകൾ വരുന്നുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ ഹൃദയം തൗബയാൽ അധിഷ്ഠിതമായ ഹൃദയമാണ്, ഇവനെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു നന്മ പോലും രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഈ മനുഷ്യനെ അദാബിന്റെ മലായിക്കത്തുകളാണ് കൊണ്ടുപോകേണ്ടതെന്നാണ്. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നോ, ഈ മനുഷ്യൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അളന്നു നോക്കിനാണ്. നന്മയിലേക്കാണോ അവൻ നടന്നെടുത്തത്, നന്മയാകുന്ന ഒരു നാട്ടിലേക്കുള്ള ദൂരമാണോ അവന് ഏറ്റവും കൂടുതൽ താണ്ടിയിട്ടുള്ളത് എങ്കിൽ അവനെ നന്മയുടെ മലായിക്കത്തുകൾ കൊണ്ടുപോകും. തിന്മയുള്ള നാടിനോടാണോ അവൻ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനെ അദാബിന്റെ മലക്കുകൾ കൊണ്ടുപോകും. അങ്ങനെ അളന്നു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തൊരു മനുഷ്യൻ, എന്നാൽ സംഭവിച്ചുപോയ പാപങ്ങളിൽ ആത്മാർത്ഥമായ ഖേദമുണ്ട്, ആ തൗബയുടെ ഹൃദയവുമായി നടന്നകലുന്ന മനുഷ്യൻ നന്മയുടെ ഭാഗത്തേക്ക് അടുത്തിരുന്നത്. ആ മനുഷ്യനെ ആര് കൊണ്ടുപോയി? റഹ്മത്തിന്റെ മലായിക്കത്തുകൾ കൊണ്ടുപോയി എന്ന് ഹദീസ് പറഞ്ഞ് അവസാനിക്കുന്നത് സ്വഹീഹ് മുസ്ലിമിലെ 2766 ഹദീസായി രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ ചിന്തയിലേക്കെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടോ? 100 ആളെ കൊന്ന പാപമൊന്നും ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നില്ല, എന്നാലും ആരും അറിയാത്ത ചില പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. എല്ലാം നാം ഷെയർ ചെയ്യുന്നു എന്ന് കരുതുന്ന കൂട്ടുകാർക്കറിയാത്ത, 10-30 കൊല്ലം കൂടെ കിടക്കുന്ന ഭാര്യക്കറിയാത്ത, ഭർത്താവിനറിയാത്ത, എനിക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന, എനിക്കും മറ്റൊരാൾക്കും എൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന, എനിക്കും ഒരു സംഘത്തിനും റബ്ബിന് മാത്രം അറിയുന്ന ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അത് റബ്ബിനോട് ഏറ്റു പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താ റമദാൻ യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾക്ക്, വിശ്വാസികൾക്ക് സന്തോഷമാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ കഴുകിക്കളയാനുള്ള അവസരം റമദാന് തരുന്നുണ്ട്. റമദാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിച്ച മനുഷ്യന്റെ പാപങ്ങളാണ് മായ്ച്ചു കളയുന്നത്. പാപമുക്തരായാൽ അവന്റെ സങ്കേതം സ്വർഗമാണ്. ഈ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം. ഈ സദസ്സിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് എനിക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കണമെന്നാണ്, എനിക്ക് പരലോകത്ത് വിജയം കൈവരിക്കണമെന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള റബ്ബ് മായ്ച്ചു കളയാത്ത, റബ്ബ് സ്വീകരിക്കപ്പെടാത്ത തൗബയും അല്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കാതെ പാപക്കറകളുമായിട്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ സങ്കേതത്തിൽ, അതിന്റെ പര്യവസാനത്തിൽ സ്വർഗത്തിൽ നമ്മൾ എത്തിപ്പെടുക എന്നതാണ്. മനുഷ്യരാണ്, തെറ്റുപറ്റും, അത് സ്വാഭാവികമാണ്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുകയാണ്. തന്റെ മരണത്തെ മുന്നിൽ കാണുമ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടെയുള്ള സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനത് പറയാൻ പോവുകയാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു അറിവ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത്രയും കാലം ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ പോവുകയാണ്. എന്നിട്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു. എന്താ കേട്ടതെന്നല്ലേ? ലൗലാ അന്നകും തുദ്നിബൂൻ, നിങ്ങൾ പാപങ്ങൾ ചെയ്യുമായിരുന്നില്ല എങ്കിൽ ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂൻ, പാപങ്ങൾ ചെയ്യുന്ന ഒരു സൃഷ്ടിചരാചരത്തെ റബ്ബ് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ടോ യഗ്ഫിർ ലഹും, അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു. ഈ പറഞ്ഞതിന്റെ താല്പര്യം മനുഷ്യരാണ്, തിന്മകൾ സംഭവിച്ചേക്കാം. സ്വഹീഹ് മുസ്ലിമിലെ 2748 ഹദീസായി നമുക്ക് ഈ ഒരു സംഭവത്തെ കാണാൻ കഴിയും. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തെ. ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ സംഭവിച്ചേക്കാവുന്ന പ്രകൃതമാണ് നമ്മുടേത്, സംഭവിച്ചിട്ടുണ്ട് നമുക്ക്. ഈ സംസാരം കേൾക്കുമ്പോഴും ചില പാപങ്ങളെ കുറിച്ച് ഹൃദയത്തിലേക്ക് ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. ഇത് റബ്ബിനോട് പറയാൻ പറ്റിയോ എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. പാപമോചനം എന്ന് പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ് തൗബ, ഇസ്തിഗ്ഫാർ,
ഇസ്തിഗ്ഫാർ, തൗബ എന്ന് പറഞ്ഞ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം. സലാം വീട്ടിയാൽ നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇതല്ലാതെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100-ലധികം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിരുന്നു എന്നാണ്. ചോദിച്ചോളൂ, ഞാൻ അടക്കം ഈ റമളാനിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലെ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്ന്. പോട്ടെ, ഈ റമളാനിലെ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ പൂർണ്ണമായിട്ട് എല്ലാ ദിവസങ്ങളെ എടുത്തു നോക്കിയാലും ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നാണ് കൂട്ടരെ. ചിന്തനീയമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടാവണം എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പാപമോചനത്തിനപ്പുറത്ത് റബ്ബേ, ഒരു പാപത്തെ മുന്നിൽ വെച്ച് ചില കണ്ടീഷനുകളോടെ ചില ഉപാധികൾ വെച്ചുകൊണ്ട് അത് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് റബ്ബേ ഇനി ഞാൻ അതിലേക്കില്ല എന്ന് പറയലാണ്. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. തൗബ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മളോട് തൗബ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെയാണ് വിളിക്കുന്നത്, നമ്മളെയാണ് വിളിക്കുന്നത്, വിശ്വാസികളെയാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം കേട്ടോ. എങ്ങനെ? നസൂഹാ, നിഷ്കളങ്കമായ തൗബ ചെയ്യണം കേട്ടോ. അല്ലാതെ റബ്ബേ അന്ന് പറ്റിപ്പോയി, അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒരു വെറും വർത്തമാനമല്ല. നിഷ്കളങ്കമായിട്ട് തൗബ ചെയ്യണം. ആരോടാ പറയണത്? മുഅ്മിനീങ്ങളോടാ പറയണത്. മുഅ്മിനീങ്ങളുടെ ജീവിതത്തിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തൗബത്തൻ നസൂഹ ഉണ്ടാവണം. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബയുണ്ടാകണം. എങ്കിൽ എന്തു സംഭവിക്കുന്നറിയോ? അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ പടച്ച റബ്ബ് മായ്ച്ചു കളഞ്ഞേക്കാം. മാത്രമല്ല വയുദ്ഖിലകും ജന്നാതി തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പിലേക്ക് അവർക്ക് സ്ഥാനവും ലഭിച്ചേക്കാം. ആർക്ക്? ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തവർക്ക്. 2 തുള്ളി കണ്ണീര് തൗബന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതിനെ റബ്ബിന് മുന്നിൽ പറയുമ്പോൾ ഒരു 2 തുള്ളി കണ്ണീർ കവിൽത്തടത്തിലൂടെ ഒലിച്ചിറങ്ങാൻ മാത്രം ഹൃദയത്തിൽ ലോലത നമുക്കുണ്ടായിട്ടുണ്ടോ എന്നാണ്. അതോ കടുത്ത ഹൃദയമാണോ എന്ന് പ്രിയപ്പെട്ടവരെ ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ്. അപ്പോ തൗബ ചെയ്താൽ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തുവരും. മാത്രമല്ല അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാകുന്നതാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാകും. ആരെ? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ദുനിയാവിൽ പലരെ ഇഷ്ടം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? കച്ചവട സ്ഥാപനത്തിൽ ബോസിന്റെ ഇഷ്ടം കിട്ടണം, മുതലാളിയുടെ ഇഷ്ടം കിട്ടണം, മാതാപിതാക്കളുടെ ഇഷ്ടം കിട്ടണം, അധ്യാപകരുടെ ഇഷ്ടം കിട്ടണം, ഇണകളുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, കൂട്ടുകാരന്റെ ഇഷ്ടങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടം വേണോ? തൗബ ചെയ്യുന്നവരിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹുവിന് എത്ര ഇഷ്ടമാണ് എന്ന് പറയാൻ ഒരു ചരിത്രം സൂചിപ്പിക്കട്ടെ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുന്ന ഒരു ചരിത്രമാണ്. സ്വഹീഹ് മുസ്ലിമിലെ 2747 ഹദീസായി ഈ സംഭവത്തെ എടുത്തുദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ മരുഭൂമിയിൽ വെച്ച് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന യാത്രാമാർഗം, അയാളുടെ ഒട്ടകം, ആ ഒട്ടകത്തിന്റെ പുറത്താണ് അയാളുടെ ഭക്ഷണമുള്ളത്, അയാളുടെ വസ്തുക്കളെല്ലാം ഉള്ളത് ആ ഒട്ടകത്തിന്റെ പുറത്താണ്. സുദീർഘമായി യാത്ര ചെയ്തതിനിടയിൽ ആ മനുഷ്യൻ അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിന്റെ ചുവട് തിരഞ്ഞെടുത്തു. ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ഒട്ടകത്തെ കാണാനില്ല. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ആ മനുഷ്യൻ തൻ്റെ ഒട്ടകത്തെ ഒരുപാട് അന്വേഷിച്ചു, ഇല്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ക്ഷീണിതനായി ആ മനുഷ്യൻ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഉറങ്ങി ഇരിക്കുന്ന സമയത്ത് ഉണർന്നപ്പോൾ ആ ഒട്ടകത്തെ മുന്നിൽ കാണുന്നു. എത്ര സന്തോഷമുണ്ടാകുന്ന! ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോയി എന്നാണ്, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. എന്താ പറഞ്ഞത്? റബ്ബേ, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ്. അറിയാതെ മനുഷ്യൻ പറഞ്ഞു പോയി എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തതാണ്? അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം റബ്ബിനുണ്ടാകും. എപ്പോൾ എന്നറിയോ? അള്ളാഹുവിന്റെ അടിമകൾ റബ്ബേ എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട്, പൊറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുമ്പോൾ, മരുഭൂമിയിലെ ഒട്ടകം നഷ്ടപ്പെട്ട് പിന്നീട് അതിനെ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന മനുഷ്യനേക്കാൾ സന്തോഷം അള്ളാഹുവിനുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്കെങ്കിലും നിരാശയാണ്.
എൻ്റെ പാപങ്ങളൊന്നും പൊറുക്കാൻ സാധ്യതയില്ല, അതിനു മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചിലരെങ്കിലും പരിതപിക്കാറുണ്ട്. 100 മനുഷ്യനെ കൊല ചെയ്ത മനുഷ്യന് പാപമോചനമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം. ആരോടാ പറഞ്ഞു കൊടുക്കുന്നത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിയാറുകൾക്ക് പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ. സ്വന്തത്തിൽ തിന്മകൾ സംഭവിച്ചു പോയ, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയ എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. ചേർത്ത് പറയുന്നത് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്നോട് കാരുണ്യം കാണിക്കൂലേ എന്ന് ആർക്കും ഒരു പ്രയാസവും മനസ്സിലുണ്ടാവേണ്ടതില്ല, അതിലൊരു വിഷമവും ഉണ്ടാവേണ്ടതില്ല. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ്. ഈ ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വലുതാണെങ്കിലും, അത് സമൂഹം ഇന്ന് അറിഞ്ഞാൽ നമ്മെ ആട്ടി ഓടിക്കുമെങ്കിലും, ഒറ്റപ്പെടുത്തുമെങ്കിലും, കളിയാക്കുമെങ്കിലും, പരിഹസിക്കുമെങ്കിലും, അത് റബ്ബിനറിയാലോ. അത് റബ്ബിന് മുന്നിൽ പറയാൻ പ്രിയപ്പെട്ടവരെ, പറയാൻ, റബ്ബെ പുറത്തു തരണേ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലെങ്കിലും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ജീവിതത്തിൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്താൻ കഴിയുക? ഈ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ സംഭവിച്ചു പോയ എന്തൊക്കെയോ ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഇതെങ്ങനെയാ റബ്ബിനോട് പറയേണ്ടതെന്നറിയോ? ചില നിബന്ധനകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാഉ അനിൽ മഅസിയ, ആ തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി നിൽക്കണം എന്നാണ്. ഇത് എല്ലാ വർഷവും തൗബ ചെയ്യും, ഇനി ഉണ്ടാവൂല, എന്നിട്ട് വീണ്ടും ആ തെറ്റിലേക്ക് പോകും, വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങും. ഇതല്ല, ആ തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക തൗബയുടെ നിബന്ധനകളിൽ ഒന്നതാണ്. ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെയോ അന്നദമു അലാ ഫിഅലിഹ, ആ സംഭവിച്ചു പോയ തെറ്റിൽ ഒരു ഖേദമുണ്ടാവണം, ആത്മാർത്ഥമായ ഖേദമുണ്ടാവണം. പണ്ടെന്തോ ചെയ്ത തെറ്റിന്ന് ആലോചിക്കുമ്പോ അന്ന് എന്ത് രസമായിരുന്നു, അന്ന് എന്തൊരു ഭംഗിയായിരുന്നു, അന്ന് എന്തൊരു സന്തോഷമായിരുന്നു എന്നല്ല, പടച്ച റബ്ബേ അന്ന് എൻ്റെ യുവത്വത്തിൽ ചെറുപ്പത്തിൽ പറ്റിപ്പോയല്ലോ എന്ന ഖേദമുണ്ടാകണം. തിന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു ഖേദമാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഒന്നാമത്തത് ആ തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി നിൽക്കുക. രണ്ടാമത്തത് നദം, ആത്മാർത്ഥമായ ഖേദമുണ്ടാവണം. മൂന്നാമത്തത് അൽ അസ്മു അലാ അല്ലാ യഊദ ഇലൈഹ അബദ, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ശപഥം ചെയ്യാൻ പറ്റണം. ഇനി എന്തൊക്കെ വന്നാലും ശരി, കൂട്ടുകാർ വിളിച്ചാലും ശരി, സാമ്പത്തികമായി പ്രയാസമുണ്ടായാലും ശരി, എന്തൊക്കെ സുഖസൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്താലും ശരി, ദുനിയാവിൽ എത്ര സൗകര്യങ്ങളും സന്തോഷം ആ തിന്മ ചെയ്യുമ്പോൾ കിട്ടിയാലും ശരി, ഞാൻ ഉണ്ടാവില്ല, ഞാനില്ല, ഇനി ആ തിന്മയിലേക്ക് ഒരു മടക്കമില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റണം. നാലാമത്തേത് സൃഷ്ടികളോട് ചെയ്തതാണെങ്കിൽ അത് അള്ളാഹിനോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. സൃഷ്ടികളെ ഉപദ്രവിച്ചതാണെങ്കിൽ, മറ്റൊരാളുടെ സമ്പത്ത് കവർന്നെടുത്തതാണെങ്കിൽ, അവനെ ശാരീരികമായി ഉപദ്രവിച്ചതാണെങ്കിൽ, അവന്റെ അഭിമാനം കളങ്കപ്പെടുത്തിയതാണെങ്കിൽ ഇത് അവനോട് ചെന്ന് പൊരുത്തപ്പെടിക്കണം. എടാ അത് പരലോകത്തേക്ക് മാറ്റിവെക്കല്ലോ എന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണമെന്നാണ്. ആലോചിക്കുക, ജീവിതത്തിലെ ചുറുചുറുക്കുള്ള സമയത്ത് നമ്മൾ പ്രയാസപ്പെടുത്തിയ ചിലരൊക്കെ ഇന്നും നീറിപ്പുകഞ്ഞ് ജീവിക്കുന്നവരുണ്ടാകും. ചെന്നു പറയാൻ പറ്റണം, അന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോ മനുഷ്യർക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തതാണെങ്കിൽ അത് അവരോട് പൊരുത്തപ്പെടിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണമെന്നാണ്. ചിലപ്പോ അയാൾ മരിച്ചു പോയിട്ടുണ്ടോ, നമ്മൾ ഉപദ്രവം ചെയ്തു, നമ്മളൊരു കച്ചവടത്തിൽ വലിയൊരു വഞ്ചന നടത്തി പ്രയാസപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ 1980-കളിൽ ആ മനുഷ്യൻ ഉണ്ടാക്കി. ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ എന്താ ചെയ്യാ? ആ മനുഷ്യന് വേണ്ടിയിട്ട് പാപമോചനം തേടുക, ആ മനുഷ്യന് വേണ്ടിയിട്ട് പാപമോചനം തേടുക, നമ്മുടെ തിന്മകളിൽ തൗബയായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തേടുക. പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങൾ തൗബയുടെ കണ്ടീഷനായിട്ടുണ്ട്, നിബന്ധനയായിട്ടുണ്ട്. ഒന്നാമത്തത് ആ തെറ്റിൽ നിന്ന് പരിപൂർണമായി മുക്തനാവണം. രണ്ടാമത്തത് ആത്മാർത്ഥമായ ഖേദമുണ്ടാവണം, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനമാണ് മൂന്നാമത്തത്. നാലാമത്തേത് സൃഷ്ടികളോട് ചെയ്ത തിന്മയോ തെറ്റോ ബുദ്ധിമുട്ടോ പ്രയാസോ ആണെങ്കിൽ അത് സൃഷ്ടികളുമായിട്ട് പറഞ്ഞു തീർക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ തൗബയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇനി ആരോടാ ഇത് ചോദിക്കേണ്ടത്? ആരോടാ ഇത് പറയേണ്ടത്? വിശുദ്ധ ഖുർആനിൽ റമളാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആയത്തിനിടയിൽ സൂറത്തുൽ ബഖറയിലെ 186 ആയത്ത് നോമ്പിനെ പറ്റി പറയണതിന്റെ ഇടയിൽ ഒരു ആയത്ത് വന്നതാ. നോമ്പിനെ പറ്റി ഇങ്ങനെ പറയണം, 84, 85 പറയാണ്, തുടർന്ന് തിരിച്ച് 87ലേക്ക് പോകുമ്പോൾ നോമ്പ് തന്നെയാണ്. അതിന്റെ ഇടയിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാണ്: വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് ഏറ്റവും അടുത്തയാളാകുന്നു. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അല്ലാഹു പറയും, ആ പ്രാർത്ഥന എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ്. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അതുകൊണ്ട് എന്റെ ആ ആഹ്വാനത്തെ അവർ സ്വീകരിക്കട്ടെ, അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നേർമാർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോമ്പിന്റെ ഇടയിൽ പറഞ്ഞത് എന്തെന്നറിയോ? അള്ളാഹു നമ്മളോട് ഏറ്റവും അടുത്ത ആളാണ്. വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ റബ്ബിനോട് ചോദിച്ചു കൊള്ളുക എന്നാണ്. വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാകുമ്പോഴും അള്ളാഹുവിനെ മറന്ന് മറ്റു സങ്കേതങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ നമുക്ക് പറ്റണം എന്നാണ്. സ്വലാത്ത് നഗറുകൾ ഉണ്ടാക്കി പള്ളിയിൽ നിന്ന് ആളുകളെ വലിച്ചു കൊണ്ടുപോയി പാടത്തേക്ക് കൊണ്ടുപോയി അവിടെ റബ്ബിനോടല്ലാത്ത വിധത്തിൽ സഹായവും തേട്ടവും ഒക്കെ നടക്കുന്ന അവസരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും പരിസരങ്ങളിലും മുമ്പില്ലാത്ത വിധം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, പാടില്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം, അവരെ ചേർത്ത് പിടിച്ച് ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കാൻ പറ്റണം. നോമ്പിന്റെ ആയത്തിന്റെ ഇടയിൽ സൂറത്തുൽ ബഖറ 186 നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, 186 എന്താ പറഞ്ഞതൊന്ന് വായിച്ചു നോക്കൂ. നമ്മളും പോയിട്ട് തഫ്സീറൊക്കെ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കുക. അള്ളാഹിനോട് ചോദിക്കാനല്ലേ പറഞ്ഞത്? അള്ളാഹു തൊട്ടടുത്തുണ്ട് എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഏതു സങ്കേതത്തിലേക്കാണ്, എന്തിനാണ് അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി ബദർ ശുഹദാക്കളോട്, അതല്ലാത്ത ജാറങ്ങളോട്, ബീവി തങ്ങന്മാരോട് എന്ത് ഗുണമാണ് മുസ്ലിമേ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം എന്നാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. അള്ളാഹു അല്ലാത്തൊരു സങ്കേതത്തിലേക്ക് ഞാനില്ല. അത് എൻ്റെ ജീവിതത്തിൽ രോഗം കൊണ്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ സമയമാണെങ്കിലും, എൻ്റെ മക്കളെ കൊണ്ട് എന്തെങ്കിലും പ്രയാസമാണെങ്കിലും, സാമ്പത്തികമായിട്ടാണെങ്കിലും, ശാരീരികമായിട്ടാണെങ്കിലും, തളർന്നു പോകുന്നിടത്താണെങ്കിലും അള്ളാഹു അല്ലാത്തൊരു സങ്കേതത്തിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ മുൻനിർത്തി ഒരു 2 തുള്ളി കണ്ണീരോടുകൂടി ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ ഈ റമളാനിന്റെ വരും ദിനരാത്രങ്ങളിൽ നമുക്ക് സാധിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നത് റയ്യാൻ എന്ന സ്വർഗ കവാടമാണ്. പാപമുക്തരായി എല്ലാ നിലക്കും സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.